ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം. ഇന്ന് ഞങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ഞാൻ എങ്ങനെയാണ് കോഴി വളർത്തലിലേക്ക് വന്നത്, എങ്ങനെയായിരുന്നു എൻ്റെ ഒരു തുടക്കം എന്നുള്ളതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ പുതുതായി കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്നവർക്കൊക്കെ ഇതൊരു സഹായമാവും. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോള് ഗർഭം ഉണ്ടായിരിക്കുമ്പോൾ അവൾക്ക് കോഴിമുട്ടയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോഴിമുട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്നായിരുന്നു പീടികയിൽ നിന്നായിരുന്നു കോഴിമുട്ടയൊക്കെ മേടിച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അപ്പോൾ എന്താ നമുക്കൊന്ന് കോഴീനെ വളർത്തിയാലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ പഴയ വീട് പൊളിച്ചപ്പോൾ അതിൻ്റെ ഡോറും ഒക്കെ ഉണ്ടായിരുന്നു. അത് മരമായിരുന്നു. അപ്പോൾ പുതിയ വീടിന് ആ ഡോറ് പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മരവും അതേപോലെ അതിന് പലകയിട്ട് ചട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മരം. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അടിച്ചിരുന്നത് പ്ലൈവുഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഇവിടെ ഉള്ളൊരു ആശാരിയുണ്ട്, അതിൻ്റെ മോനെ വിളിച്ചിട്ട് അതുകൊണ്ടൊരു കോഴിക്കൂട് ഉണ്ടാക്കി. രണ്ട് കള്ളിയിലൊരു കോഴിക്കൂട് ഉണ്ടാക്കി മരത്തിൻ്റെ. ഇപ്പോഴും ആ കൂടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എൻ്റെ വീഡിയോയിലൊക്കെ കാണാം ആ കൂട്. അങ്ങനെ ഞങ്ങളെ പെര പൊളിച്ച ഓടുണ്ടായിരുന്നു. ആ ഓട് ഇട്ടിട്ട് നമ്മളോടെ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കിച്ചിട്ട് അങ്ങനെ രണ്ട് കള്ളിയിലൊരു കൂടുണ്ടാക്കി. ആ കൂടിന് ഇപ്പോഴും ഒരു കേടുമില്ല കേട്ടോ. 5-8 വർഷമായി ആ കൂട്, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അയൽവക്കത്ത് കോഴീനെ വളർത്തുന്ന സ്ത്രീയുണ്ട്, അതിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ 2 കോഴീനെ മേടിച്ചിട്ടാണ്, 2 പിടക്കോഴീനെയാണ് മേടിച്ചത്. 2 പിടക്കോഴീനെ മേടിച്ചിട്ട് അന്നൊക്കെ നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ, ആകെ 2 കോഴിയല്ലേ ഉള്ളൂ. അങ്ങനെ 2 പിടക്കോഴീനെ മേടിച്ച് അത് ഒരു 4 മാസമൊക്കെ ആയ കോഴീനെയാണ് കേട്ടോ ഞാൻ മേടിച്ചത്. മേടിച്ചിട്ട് ഞാൻ വളർത്തിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 2 കോഴിയും മുട്ടയിടാൻ തുടങ്ങിയപ്പോൾ അന്നൊന്നും ഞാനിങ്ങനെ വളച്ച് കെട്ടിയിട്ടൊന്നുമില്ലേ, അന്ന് തുറന്ന് വിടുകയാണ്. അന്ന് ആകെ 2 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ അതാർക്കും ഒരു ശല്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ആ 2 കോഴി മുട്ടയിടാൻ തുടങ്ങിയപ്പോൾ ഈ 2 കോഴിക്കും ഞാൻ അടവെച്ചു. ഈ 2 കോഴിക്ക് ഞാൻ അടവെച്ചിട്ട് 12ഉം 12 അങ്ങനെ ഒരു കോഴി കുറച്ചും കൂടി നല്ലൊരു വലിപ്പമൊക്കെ ഉള്ള കോഴിയായിരുന്നു. നല്ല അടവെച്ചാലൊക്കെ ഒരു 10ഉം 13ഉം 15ഒക്കെ പോകും. അങ്ങനെ ഒരു കോഴിക്ക് ഞാൻ 13 14 വെച്ച്, ഒരു കോഴിക്ക് 12ഉം വെച്ച്. അങ്ങനെ എനിക്ക് 10-25 കോഴിക്കുട്ടികളെ കിട്ടി. 25 തന്നെയാണ് എൻ്റെ ഓർമ്മ. 5-6 വർഷം മുന്നുള്ള കാര്യമല്ലേ. അങ്ങനെ മേടിച്ചിട്ട് ആ 2 കോഴീനെയും ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, അവിടെ വെച്ചതിൻ്റെ ശേഷം കോഴിക്കുട്ടികൾ വിരിഞ്ഞപ്പോൾ ഞാൻ ഈ 2 കോഴിക്കും വിരിച്ചിട്ട് അങ്ങനെ 10-25 കുട്ടികളുണ്ടായപ്പോൾ 2 കൂട്ടിലാക്കി. 2 കൂടുണ്ടല്ലോ, 2 കള്ളി ഉണ്ടല്ലോ ആ കൂടിന്. അങ്ങനെ അതിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കോഴി വളർത്തൽ തുടങ്ങിയത്. അപ്പം ഞാനെന്താ പറയുന്നത് വെച്ചാൽ, പുതിയതായി വരുന്നവർ ഈ 2 കോഴീനെ വാങ്ങിയപ്പോൾ ഈ കോഴിക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും, എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ ഞാൻ ആ കോഴിയിൽ നിന്ന് തന്നെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വിരിയിച്ചിറക്കിയപ്പോൾ അതിൽ നിന്നും എന്തൊക്കെ കൊടുക്കണം, ഏതൊക്കെ കൊടുക്കണം, അങ്ങനെ കുറേ ചാവാൻ തുടങ്ങി. ഇതെങ്ങനെ ചാവണത്, ഇനി എങ്ങനെ മരുന്ന് കൊടുക്കും, ഇനി എന്ത് ചെയ്യും, അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു അസുഖം വരുമ്പോഴൊന്നും നമുക്ക് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അന്നൊന്നും ഞാൻ അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ അങ്ങോട്ട് ആക്റ്റീവായ ആളൊന്നല്ല. അങ്ങനെ യൂട്യൂബ് നോക്കലൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇവർക്ക് വരുന്ന അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ പുറത്ത് പോയി തിന്നണ കാരണം കൊണ്ട് അന്ന് നമുക്ക് തീറ്റ ചിലവൊന്നും അങ്ങനെ ഇല്ല. അപ്പം ഞാൻ കുറേശ്ശെ ഞാനിങ്ങനെ യൂട്യൂബും അതും ഇതൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ കൊടുക്കണം, ഏതൊക്കെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ പടിപടിയായി പഠിച്ചിട്ട് ആ 2 കോഴിയുടെ മക്കളെ വീണ്ടും ഞാൻ അതിൽ നിന്ന് കുറേ സെയിലായിപ്പോയി. അങ്ങനെ ആ കുട്ടികളുണ്ടായതിൻ്റെ ശേഷം പിന്നെ എനിക്ക് ഈ 2 കൂട് മതിയാവാതെ വന്നു. അങ്ങനെ ഈ കൂട് തികയാതെ വന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ പഴയ പെര പൊളിച്ച ഹോളോ ബ്രിക്സും അതേപോലെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കേടുവരാണ്ടാണ് അന്ന് പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അന്നത് ഹോളോ ബ്രിക്സിലായിരുന്നു പഴയ പെര ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കേടുവരാണ്ട് പൊളിച്ചെടുത്തു. അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു കൂട് കെട്ടാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും കോഴികൾക്ക് ഈ കൂട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഒരു 2 മാസമൊക്കെ അല്ലേ തള്ളക്കോഴിയും കുട്ടികൾക്കും നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതുകൊണ്ട് ഞാൻ കെട്ടി വേറെ ഞങ്ങൾ കുറച്ചും കൂടി ഭാഗത്തേക്ക് കെട്ടി ഉണ്ടാക്കിയിട്ട് നല്ല പടുത്ത് കെട്ടി ശരിയാക്കിയിട്ട് ഞാനത് നന്നായിട്ട് ഷീറ്റിട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കുടുംബശ്രീ കൂടെ തൊഴിലുറപ്പിൻ്റെ NRGSൽ കൂടെ ഞാൻ കോഴിക്കൂടിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കൂടിന് എഴുതി കൊടുത്തപ്പോൾ
എന്തോ ഭാഗ്യവശാൽ ഞാൻ ഈ കൂട് കെട്ടുന്ന സമയത്ത് തന്നെ എനിക്ക് അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്ന് നോക്കിയിട്ട് എൻ്റെ കൂടൊക്കെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു, അവരൊരു എസ്റ്റിമേറ്റ് തന്നു, ഈ രീതിക്ക് കൂടുണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പണിക്കാരനെ വിളിച്ചിട്ട് കൂടുണ്ടാക്കിയിട്ട് അവർ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ നിലം കോൺക്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ നിലം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴി കാഷ്ടം അവിടെ നിന്നിട്ട് ബുദ്ധിമുട്ടാവും എന്നുള്ള നിലക്ക് ഞാൻ ചെയ്തില്ല, കോൺക്രീറ്റ് ചെയ്തില്ല. അപ്പം എന്നോട് പറഞ്ഞു അതിൻ്റെ ക്യാഷ് കുറയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് 25,000 രൂപ കിട്ടി. ഇതൊക്കെ ചെയ്തിട്ടിട്ട് ആദ്യം നമ്മൾ പണി ചെയ്യണം, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വരുള്ളൂ. അങ്ങനെ എന്തായാലും ഞാൻ പണി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു, പഞ്ചായത്തിൽ നിന്ന് വരികയും ചെയ്തു. ഞാനത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തതൊന്നും അല്ല കേട്ടോ, വെറുതെ ജസ്റ്റ് ഒന്ന് കുടുംബശ്രീ ഓഫീസിൽ പോയപ്പോൾ ഞാൻ അങ്ങനെ തൊഴിലുറപ്പിൽ കൂടെ ഒന്ന് കൊടുത്തു എന്ന് മാത്രം. അങ്ങനെ അപ്പോൾ അത് അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് കിട്ടാനുള്ള അർഹത ഉണ്ട്, അങ്ങനെ കിട്ടും ചെയ്തു. ആ കൂടല്ല കേട്ടോ ഇത് ഇപ്പുറത്തൊരു കൂടും കൂടി ഉണ്ടാവും. ഇത് പിന്നെ നമ്മൾ പുതിയതായിട്ട് എൻ്റെ വിറക് വര ഉണ്ടായിരുന്നത് വീണ്ടും കൂടാക്കിയിട്ട് എടുത്തതാണ് ഈ കാണുന്ന കൂട്. തൊട്ടപ്പുറത്തൊരു ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇതല്ലാതെ കുറച്ചും കൂടി ഞാൻ കാണിച്ചു, ഇത് ഞങ്ങൾ കോഴിക്കൂടാക്കിയിട്ട് എടുത്തതല്ല. അങ്ങനെ ഞാൻ കൂടിൻ്റെയൊക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് തരണ്ട്. അങ്ങനെ എടുത്തിട്ട് അങ്ങനെ എനിക്ക് പഞ്ചായത്തിന് അങ്ങനെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് ഞാൻ സെറ്റപ്പായിട്ട് കൂടാക്കിയിട്ട് പിന്നെ മണ്ണായിരുന്നു ആദ്യം. അങ്ങനെ ഞാൻ മണ്ണിലേക്ക് ഈ 2 കോഴികളെയും ഈ കുട്ടികളെയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ് എൻ്റെ കോഴി വളർത്തൽ സംരംഭം. അങ്ങനെ ഞാൻ അവരെ കൂട്ടിൻ്റെ ഉള്ളിലാക്കി. അങ്ങനെ പിന്നെ ഇപ്പുറത്തേക്കൊക്കെ പോണത് ഓരോരുത്തർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങോട്ട് കിടക്കാൻ പാടില്ല, കാരണം കുറച്ച് കൂടുതൽ കോഴികളായപ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇനി എൻ്റെ കോഴികളെ പുറത്ത് വിടാണ്ട് എങ്ങനെ നോക്കാമെന്നുള്ള ചിന്തയായി പിന്നെ എനിക്ക്. അങ്ങനെ ഞാൻ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്താൻ തുടങ്ങി. ഇവർക്കൊക്കെ കൊടുക്കലും പിടിക്കലും അങ്ങനെ ആയിട്ട്. ഈ സൂര്യപ്രകാശം വേണമല്ലോ ഈ കോഴികൾക്ക്, ചൂട് തട്ടണമല്ലോ, വെയിൽ കൊള്ളണമല്ലോ. അങ്ങനെ വെയിൽ കൊള്ളാത്ത പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ കോഴികൾക്ക് ഓരോ പ്രശ്നങ്ങളായി തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു വല മേടിച്ചിട്ട് ചുറ്റുഭാഗവും കെട്ടിയിട്ട് അങ്ങനെ കോഴീനെ വളർത്താൻ തുടങ്ങി. അങ്ങനെ കോഴീനെ വളർത്താൻ അപ്പോൾ പിന്നെ കോഴികൾ മുകളിൽ കൂടെ പാറിപ്പോകാൻ തുടങ്ങി. അപ്പോൾ ഇനി ഞാൻ അതിനെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചുറ്റുഭാഗം ഞങ്ങളുടെ മതിലിൻ്റെ മുകളിൽ നിന്ന് കുറച്ചും കൂടി ഷീറ്റ് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മറച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വല കെട്ടി. ഇനി കോഴികൾ അപ്പുറം കിടക്കണ്ടെന്ന് വെച്ചാൽ വല കെട്ടി. പിന്നെ ഇപ്പുറത്ത് കൂടെ കെട്ടി. ഓരോ വർഷം ഹസ്ബൻഡ് വരുമ്പോഴും ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് ഓരോരോ രീതിയിൽ ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്തിട്ട് എല്ലായിടത്തും വല കെട്ടി ശരിയാക്കി സെറ്റപ്പാക്കി. അപ്പോഴത്തേനും എൻ്റെ കോഴികളങ്ങനെ സെയിലായി പോകാൻ തുടങ്ങി. കോഴികൾക്ക് ഓരോ അസുഖങ്ങൾ വരുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദ്യമൊക്കെ ഒരു തല്ലിപ്പൊളി ഡോറൊക്കെ ആയിരുന്നു. ഇപ്പോൾ പ്രാവശ്യം വന്നതിന് ശേഷം നന്നായിട്ട് മരത്തിൻ്റെ പിന്നെ പട്ടികയൊക്കെ അടിച്ചിട്ട് അതിൽ നെറ്റ് വെച്ചിട്ട് ഡോറാക്കി തന്ന്. ആദ്യത്തെ വിറക് വര ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പഴയ പെരയുടെ അടുക്കളയായിരുന്നു. അടുക്കളയിൽ ഞങ്ങൾ വിറക് വര വെച്ചിട്ടുണ്ടായിരുന്നത്, വിറകാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആ വിറകൊക്കെ മാറ്റിയിട്ട് പിന്നെ അവിടേക്ക് അതിൻ്റെ അടുപ്പൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പൊളിച്ച് അവിടെയൊക്കെ സെറ്റാക്കിയിട്ട് ഇപ്പം ഇങ്ങോട്ട് ഒന്നും കൂടി കൂട്ടിയെടുത്തതെന്ന്. അങ്ങനെ നമ്മൾ വളർത്താൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്താണോ നമുക്ക് അടുത്തത് വെച്ചാൽ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇപ്പോൾ 10-100 കോഴിയായി എനിക്ക്. ഈ കോഴീനെ ഇപ്പോൾ എങ്ങനെ വളർത്തണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ അസുഖങ്ങൾ വരും, അതൊക്കെ ഇപ്പം എനിക്കറിയാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ 100 കോഴിയെന്നൊന്നുമില്ല, 600-700 കോഴിയെങ്കിലും എനിക്ക് ഉണ്ടായിട്ടുണ്ടാകും. അത്രയും സെയിലായി പോയിട്ടുണ്ട് എനിക്ക് കോഴികളെ. ആളുകളിങ്ങനെ പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് കോഴിയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോഴിയുണ്ട്, കോഴിമുട്ടുണ്ട്, അവിടെ പോയാൽ കോഴി കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആദ്യമൊന്നും നമ്മളൊന്നും അറിയപ്പെടാത്തത് കാരണം കൊണ്ട് നമുക്കൊന്നും നമ്മളെ കോഴികളൊന്നും അങ്ങനെ സെയിലായി പോകില്ല. പിന്നെ ഓരോരുത്തരിങ്ങനെ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ ആ കോഴികളെ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് എവിടെ നിന്ന് മേടിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇവിടെ നിന്നാണെന്ന് പറയുമ്പോൾ വന്നിട്ട് വാങ്ങും. ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല സെയിലുണ്ട്. ആളുകൾ കോഴീനെ ചോദിച്ച് വരും. നമുക്കങ്ങനെ കോഴീനെ അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് സെയിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെ എല്ലാവരും വന്ന് മേടിച്ചിട്ട് പോകും. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ 100 കോഴിയോളം ഇന്നിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കോഴി വളർത്തൽ അത് പഠിച്ചിറങ്ങുകയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം കുറേ കോഴികളുമായിട്ട് ഇറങ്ങരുത്. പിന്നെ ഇപ്പോൾ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്രാമശ്രീ കോഴികളെ ഞാൻ ഇറക്കി. അപ്പോൾ ഞാൻ ഗ്രാമശ്രീ കോഴികളെ വാങ്ങേണ്ട അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ ഗ്രാമശ്രീ കോഴി നമുക്ക് എന്തായാലും പറ്റില്ല, നമുക്ക് നാടൻ കോഴിയേ പറ്റുള്ളൂ. കാരണം നമ്മൾ അത്ര വലിയ കപ്പാസിറ്റി ഉള്ളവരൊന്നല്ല. നമുക്ക് ഇവരോടുള്ളൊരു പ്രിയം കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് നമ്മൾ കോഴീനെ വളർത്തുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു വരുമാനം കൊണ്ടും കിട്ടണം. അപ്പോൾ വെറും ഗ്രാമശ്രീ കോഴിയാകുമ്പോൾ നമുക്ക് തീറ്റ ചിലവ് കൂടുതലാണ്.
പിന്നെ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. ഞാൻ എൻ്റെ അനുഭവങ്ങളും അതേപോലെ ഒരുപാട് നല്ല അറിവുകളായിട്ട് വരണ്ട്. അപ്പോൾ തുടക്കക്കാരെന്തായാലും 2 കോഴിയിൽ നിന്ന് തുടങ്ങിയാൽ മതി കേട്ടോ. ഇൻഷാ അല്ലാ. താങ്ക് യു.